നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായി പിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണോ? നിങ്ങൾ കാരണത്താലാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ കാരണത്താലാണോ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണത്താലാണോ ഈ പിരിയുന്നതെന്ന് നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷമാണോ തീരുമാനമെടുത്തത്? പലരും പിരിയുന്നത് ചെറിയ ചെറിയ കാരണങ്ങൾക്കാണ്. പുറമേയുള്ള കാരണത്താലാണ് എങ്കിൽ അത് നമുക്ക് മാറ്റി നിർത്തിയാൽ പരിഹരിക്കാവുന്നതാണ് എങ്കിൽ നിങ്ങൾ വേർപിരിയേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ പാർട്ണറുടെ പേരിൽ ആരോപിച്ച് നിങ്ങൾ കാരണത്താലാണ് പിരിഞ്ഞത് എങ്കിൽ ഈ പ്രശ്നങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നാലും ഉണ്ടാവില്ലേ? നിങ്ങൾ തന്നെ ആയിരിക്കില്ല അവിടെയും പ്രശ്നമുണ്ടാക്കുക. വേർപിരിയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മൾ മാറിയാൽ പോരെ. നിങ്ങളുടെ ഈ വൈവാഹിക ജീവിതം വേർപിരിയുന്നതിലും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിലും ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അവർക്കൊരു ഘട്ടം കഴിഞ്ഞാൽ ഇതിലെല്ലാം മടുപ്പ് വരും. പിന്നീട് നമ്മൾ തനിച്ച് തന്നെയായി